Wow, nostalgia. Nostalgia. Smell of good old days. पुलिस वाला अपने ओल्ड डेज को इसे स्कूल से तो नहीं पढ़ा हुआ है. मैंने निकरला मोड़. गाली लिखी हो. ഇന്നലെ ഇവിടെ നടന്നു വന്ന സാർ കണ്ടില്ലായിരുന്നല്ലോ. യുദ്ധമായിരുന്നു, യുദ്ധം. പിള്ളേര് മൈനറാണ്, കേസൊന്നും എടുക്കാൻ പറ്റൊന്നുമില്ല. മൈനറാ? കൊടും ക്രിമിനലുകളാ അവര്. പ്രായം നോക്കാതെ പിടിച്ച് അകത്തിടണം. വളർത്തി വിട്ടേക്കുന്നു. 4 ലക്ഷം പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുനാഥൻ വരെയാ അവന്മാരെ കൈവച്ചത്. ഗുരുദാസ് സാർ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. പിള്ളേരെ നന്നാക്കാൻ അറിയില്ലെങ്കിലേ പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് കയറി വരുന്നത്? പുസ്തകത്തിലുള്ള പഠിപ്പിക്കാനാ ഞങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നത്. അതവന്മാര് കണ്ടുപിടിച്ചോ കഞ്ചാവ് പിടിച്ചോന്നോ നോക്കാനല്ല. പുസ്തകത്തിലുള്ളത് പഠിക്കുകയാണെങ്കിൽ പുസ്തകം പഠിച്ച് വീട്ടിൽ വെച്ച് പഠിച്ചാൽ പോയി. വേഷം കെട്ടി ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ട്. പിള്ളേര് ക്ലാസ് ഇല്ലാത്തപ്പോ എവിടെ പോണോ എന്തിനു പോണോ എന്നൊക്കെ നമുക്കെങ്ങനെ അറിയാം? സാറേ, അവര് വീട്ടിൽ വെച്ച് ഇതൊന്നും ഉപയോഗിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. സ്കൂളിൽ വെച്ച് ഉപയോഗിക്കുന്നത് ഞങ്ങളും കണ്ടിട്ടില്ല. പിന്നെ എവിടെ വെച്ച് ഉപയോഗിക്കുന്നു? അതന്വേഷിക്കാനല്ലേ പോലീസ്. അങ്ങോട്ട് ചോദിക്കും. പിള്ളേര് എവിടെ പോണോ എങ്ങോട്ട് പോകണം നോക്കിയിരിക്കില്ല പോലീസിന്റെ പണി. വളവിൽ പമ്മി ഇരുന്ന് പെറ്റി അടിക്കല്ലോ. കുട്ടേട്ടൻ വന്നപ്പോ നമ്മള് നിന്റെ കുട്ടേട്ടൻ കുറച്ച് പച്ച ചാണകം വാരി തന്നാ നീ തിന്നോ? നിനക്കൊക്കെ തിരിച്ചറിവ് പറഞ്ഞ പ്രായമായില്ലേ? ഇവിടുത്തെ കൊച്ചു പിള്ളേരായാലും പരിചയമില്ലാത്ത ആരെങ്കിലും മിഠായി കൊടുത്താലും ബിസ്ക്കറ്റ് കൊടുത്താലും തിന്നൂല്ലോടാ. പിന്നെ സപ്പോർട്ട് कर रहा है. എന്റെ അമ്മൂമ്മയുടെ കുട്ടേട്ടൻ ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. നീയൊക്കെ കുട്ടേട്ടൻ സാധനം വലിച്ചേരിട്ട് ആരൊക്കെ ഉപദ്രവിച്ച് എന്തൊക്കെ ചെയ്തു വല വിടാ. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്വയം ബാഹുബലിയാണെന്ന് നിനക്ക് തോന്നും. പക്ഷെ ബോധമുള്ളമാരും ഉമ്മാർക്ക് പ്രാന്താന്ന് പറയുള്ളൂ. സാർ ഇത്തവണത്തേക്ക് സാർ ക്ഷമിക്കണം. ഇനി ഇതാവർത്തിക്കത്തില്ല, ഞാൻ ഉറപ്പാണ്. എന്തുറപ്പാടോ? ഇന്ന് ഉമ്മാർക്ക് സാധനം ഫ്രീ ആയിട്ട് കിട്ടി. നാളെ കാശ് കൊടുത്താൽ വേണ്ടി വരും. അപ്പോൾ വീട്ടിൽ നിന്ന് മോഷിക്കാൻ തുടങ്ങും. ഇനി വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിലോ നാട്ടിലിറങ്ങി മോഷിക്കും. കാശിന് വേണ്ടി തിരിച്ചു പറിക്കും, വെട്ടും കുത്തും ആളെയും കൊല്ലും. ഇപ്പം ഈ നിൽക്കുന്ന ഇപ്പുണ്ടല്ലോ, ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ കോടതി വരാന്തയിലോ നിൽക്കും. പിടിച്ചോണ്ട് പിടിച്ച് പോരാത്തതിന് സ്കൂളിൽ നിന്ന് കേസ് കൂടി തന്നിട്ടുണ്ട്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയവന്മാരെ ഇനി ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. മദറിന് ഉറപ്പുണ്ട് ഇവന്മാര് മാത്രമാണ് ഇവിടെ ഡ്രഗ്സ് ഉപയോഗിക്കണേന്ന്. ഈ സ്കൂളിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ പല കുട്ടികളും ഇവന്റെ ഡ്രഗ്സ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇമാര് തല്ലുപിടി ഉണ്ടാവും. 8 സ്റ്റിച്ചാണ്. ജീവൻ പോവാഞ്ഞ ഭാഗ്യം. അയാൾക്കത് കിട്ടണം. എന്നെ തല്ലിപ്പോ വലിയ ഡയലോഗായിരുന്നല്ലോ. മുജീബ് സാറിനെ തല്ലിയത് പിള്ളേരെ, പക്ഷെ എന്നെ തല്ലിയത് ഇവരല്ല. ഉള്ളിൽ കിടന്ന സാധനമാണ്. എനിക്ക് പരാതിയൊന്നുമില്ല സാറേ. പിള്ളേര് പരീക്ഷ എഴുതട്ടെ. അങ്ങേർക്ക് പരാതിയൊന്നും ഇല്ലായിരിക്കും, പക്ഷെ പരാതിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നമാര് തല്ലി തലയടിച്ചു പിടിച്ചു, നാളെ അമ്മാരെങ്കിലും കൊല്ലും. അപ്പോഴും പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട് തലകുലിക്ക് വരാൻ ഒരു പോലീസ് ഓഫീസർ. സാറേ, 4-5 അടി കൊടുത്താലേ ഇവന്മാര് നന്നാവുള്ളൂ. താൻ ഇത്ര ആൾ തല്ലിയല്ലോ, എന്നിട്ട് അവന്മാര് നന്നായോ? അടിക്കാതെ പിന്നെ എല്ലാ പ്രശ്നത്തിനും അവസാനം പിള്ളേരെ പിടിച്ച് തല്ലിയാൽ മതിയല്ലോ. എടോ, പിള്ളേരോട് സംസാരിക്കണം, കാര്യങ്ങൾ ചോദിക്കണം. ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥി ഇമാതിരി സാഹചര്യങ്ങൾ എങ്ങനെ എത്തുന്നു? എങ്ങനെ ഇവർക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നത്? ആരൊക്കെ ഇവരുടെ കൂട്ടുകാർ? ഇതാർക്കെങ്കിലും അറിയാമോ? ഇതിനെപ്പറ്റി ഏതെങ്കിലും സാറന്മാരെ അന്വേഷിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് പാരൻസ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സ്കൂൾ വിട്ടിട്ട് വൈകിട്ട് വീട്ടിൽ പോയി എന്താ ചെയ്യാറ്? വീടിൻ്റെ അടുത്ത് ഫുട്ബോൾ കളിക്കായിരുന്നു സാറേ. ഇപ്പം ഇല്ല. അതെന്താ ഇപ്പൊ കളിക്കാത്ത? ബോൾ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിക്കൂടെ? നേരത്തെ ഗ്രൗണ്ടിൽ പോയിരുന്നു. ഇപ്പൊ എന്താ പോകാറില്ലേ?
എന്നാ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചൂടെ? സ്കൂൾ ഗ്രൗണ്ട് സ്കൂൾ ഗ്രൗണ്ട് ബസ് സ്റ്റാൻഡോ? ഗ്രൗണ്ടിലല്ലാതെ പുറപ്പുറത്തോണ്ട് ഇടാൻ പറ്റുമോ? ബസ് ഇട്ടില്ലെങ്കിൽ അയാൾ സമ്മതിക്കില്ല. ഫുൾ ടൈം പിള്ളേരുടെ പുറകെ വടിയായി പോയി അടിച്ചോടിക്കും. ഗ്രൗണ്ട് ബസ്സിലെത്തി പാർക്ക്. സാറേ, പിള്ളേർക്ക് ഗ്രൗണ്ട് കളിക്കാനുള്ളതാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് ബസ് ഓടിച്ച് കളിക്കാനുള്ളതല്ല. കളിച്ചെടുക്കേണ്ട പ്രായത്തിൽ ഗ്രൗണ്ട് അടച്ചു കൂട്ടിയിട്ട് പിള്ളേരെ കളിക്കാൻ സമ്മതിക്കാതെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൊടുക്കാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുക്കി ഇരിക്കാൻ പറഞ്ഞാൽ അവരെന്തെങ്കിലും മത്സരിച്ച് എവിടെയെങ്കിലും പോയിരിക്കും. പിന്നെ ഇത് പുകയിലേക്കൂല, സിന്തറ്റിക് ആവും, അവന്റെ അമ്മൂമ്മയുടെ ഹൈഡ്രോഫോണിക് ആവും. അടി ഇടി പിന്നെ സ്വബോധമില്ലാത്ത അടി, പോലീസ് കേസ് ഇതുവരെ എത്തി. ഇനി അടുത്തോട് ഞാൻ പറഞ്ഞുതരാം, മറ്റേ സ്ഥലങ്ങളെ പോലെ തോക്കം വാങ്ങിച്ച് സ്കൂളിൽ കയറുമായിട്ട് പൊട്ടിക്കും. അതും ഈ കേരളം കണ്ടി വരും. അന്നേ നിങ്ങളിതൊക്കെ തിരിച്ചറിയുള്ളൂ കേട്ടോ. പിള്ളേരെ വ്യക്തിത്വ വികസനത്തിനും സ്വഭാവ രൂപീകരണത്തിനും നിങ്ങൾ എന്തെങ്കിലും മാങ്ങാത്തലൂടെ ചെയ്യുന്നുണ്ടോ? സാർ അങ്ങനെ അധിക്ഷേപിക്കരുത്. കുട്ടികളുടെ ആത്മീയവും ഭൗതികവുമായ വികാസത്തിൽ ഊന്നി തന്നെയാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. എങ്ങനെ ഊന്നി? എന്തൂന്നി? എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞങ്ങൾ മുടങ്ങാതെ പ്രയർ ചൊല്ലിക്കാറുണ്ട്. ബെസ്റ്റ്. സാർ വിചാരിക്കുന്നവരല്ല, ഒരു മതത്തിന്റെ മാത്രമൊന്നുമല്ല, എല്ലാ മതത്തിന്റെ പ്രാർത്ഥനകളും ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ ഓരോ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് സാറിന് തോന്നണ്ടോ? പ്രാർത്ഥിക്കാനാണെങ്കിൽ ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ട് വന്നോ, വല്ല പള്ളിയിലോ അമ്പലത്തിലോ പോയിരുന്നാ പോരെ. എന്നാ പിന്നെ പൊങ്കാലയും പള്ളിപ്പെരുന്നാളും ഉറൂസും കൂടി സ്കൂളിൽ വെച്ചെടുത്താ. കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് അറിവ് നേടാനും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും സ്വഭാവ രൂപീകരണത്തിനും വേണ്ടിയാണ്, അല്ലാണ്ട് ഭക്തി പഠിപ്പിക്കാനില്ല. അതിനൊക്കെ അതിൻ്റെതായ സ്ഥലങ്ങളുണ്ട്, ആളുകളുണ്ട്, അത് അവര് നോക്കിക്കോളും. പിന്നെ നിങ്ങളുടെ ജോലി പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കൽ മാത്രമല്ല, പഠിക്കാത്ത പിള്ളേരെ നേരെ വഴിക്ക് കൊണ്ടുവരാനും കൂടിയാണ് കേട്ടോ. അവന്റെ അമ്മൂമ്മയുടെ ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. അച്ഛനാണ് സത്യം. മനു പി സദാശിവ, യെസ് മദർ. നീയും ഈ സ്കൂളിലല്ലേ പഠിച്ചത് മനു പി സദാശിവൻ? പൂർവ്വ വിദ്യാർത്ഥി സംഗമം. എന്നിട്ട് താൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? തന്നെ കണ്ടോ പറയില്ലല്ലോ ഇതാണ് പണിയെന്ന്. പിന്നെ മദർ വിചാരിച്ച് നട്ടുച്ചയ്ക്ക് ജാക്കറ്റും വലിച്ചേറ്റി പൊടി ഇട്ടിട്ട് മാസം കാണിച്ച് ഹലോ ഓഫീസർ ഡ്രഗ്സ് വേണം. ഇതേപോലെ സിമ്പിൾ ആയിട്ട് പെണ്ണ് കാണാൻ പോണ ചെക്കനെ പോലെ ആയിരിക്കും വന്നിരിക്കണത്. ഇവനെ പോലെ ഉള്ളവന്മാരാ സാറേ പിള്ളേരെ വഴിതെറ്റിക്കുന്നത്. ഇപ്രാവശ്യത്തേക്ക് അവസാനത്തെ ഒരു അവസരം പോലെ സാർ ഒന്ന് ക്ഷമിക്കും. ഇവനോടോ? അല്ല, എൻ്റെ മോൻ്റെ കാര്യം. ഇനി അവരങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതൊന്നും ഒരിക്കൽ വായിച്ചാൽ പിന്നെ നിർത്താനൊന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് അമ്മാരെ പോലെ കുരുത്തക്കണ്ടമാർക്ക്. ഇനിയിപ്പോ നിർത്തിയാൽ തന്നെ വീണ്ടും ഉപയോഗിക്കാനുള്ള ക്യാരക്ടർ ഉണ്ടോ? ഇല്ല. സാറേ, സാറൊന്ന് ഇങ്ങോട്ട് വന്നേ. ഇങ്ങ് വാ സാറേ. സാറിന് ചിരിച്ചേ. എന്തിന്? ചുമ്മാ ചിരിക്കും സാറേ. ഇങ്ങനെയല്ല, പല്ല് കാണിച്ചിരിക്കാൻ. ഫുൾ കറയാനുള്ള ഈ കാണുന്നതാണ് ചൗന്നിരിക്കണത്. മുറുക്കാൻ എല്ലാരും ചോദിക്കാറില്ലേ? ഇത് ലഹരിയൊന്നും അല്ലല്ലോ. ഈ നിസ്സാരമായ മുറുക്കാൻ സാറിന് എടുത്താൻ പറ്റാണല്ലേ? നേരത്തെ പറഞ്ഞ ക്യാരക്ടർ സാറിനില്ലായിരിക്കും അല്ലേ? സാർ മുറുക്കാനും സിന്തറ്റിക്കും കൂടെ കമ്പയർ ചെയ്യണോ? നമ്മുടെ കാലത്ത് പെട്ടിക്കടയിൽ മുറുക്കാൻ കിട്ടിയിരുന്ന പോലെ സിന്തറ്റിക് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ മുറുക്കാൻ ചോദിക്കണ പലരും സിന്തറ്റിക് ഉപയോഗിച്ചാണ് അല്ലേ സാറേ? അത് ശരി. സാറ് പിള്ളേരുടെ കാര്യം നോക്കിയാൽ മതി, നമ്മുടെ കാര്യം നോക്കാൻ നമുക്കറിയാം. മുജീബ് സാറെ പെണങ്ങല്ലേ? സാറിന് എങ്ങനെ എന്റെ പേരറിയാം? സാറ് പിള്ളേരുടെ ഇടയിൽ ഭയങ്കര ഫേമസ് അല്ലേ? നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു സാറേ, നമ്മുടെ പിള്ളേർ നിന്നാണ്, അത്രേ ഉള്ളൂ. അത് പിള്ളേർക്കും അറിയാം. അതിന്റെ സ്നേഹം അവർ പറ്റുന്ന രീതിയിൽ കാണിക്കും, അത്രേ ഉള്ളൂ. ശരിക്കും മുജീബ് സാറല്ല ഫേമസ്. പിന്നെ സാറ് പറഞ്ഞ സത്യമാണ്. അവന്മാരോട് പറ്റുന്ന രീതിയിൽ അവർ സ്നേഹം കാണിച്ചിട്ടുണ്ട്. മാഷന്മാരും കൊള്ളാം, പിള്ളേരും കൊള്ളാം. അത് പറഞ്ഞപ്പോ അങ്ങേർക്ക് പൊള്ളി. ഇതുപോലുള്ള അധ്യാപകന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാ ഈ സ്കൂൾ ഇല്ലാതാക്കുന്നത്. എടാ തന്നെയല്ല കഴിഞ്ഞ മാസം വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് ഞാൻ പെറ്റടിച്ചത്. അതുമാത്രമല്ല സാറേ പ്രശ്നം. പിന്നെന്താ പ്രശ്നം? ഒരു പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിന് എന്താ കുഴപ്പം? പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം എന്താ കുഴപ്പം? വെറുതെ അനാവശ്യം പറയാൻ കരുത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ ക്ലാസ് കട്ടിയ സിനിമയ്ക്ക് പോയത്. വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? പിള്ളേരാകുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറ്റും. അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താതെ അവരെ കുറ്റപ്പെടുത്തി നാണം കെടുത്തി അപമാനിച്ച് ആത്മഹത്യയുടെ വക്കിൽ കൊണ്ട് എത്തിക്കുന്നത് എവിടുത്തെ പറ?
എന്റെ മോൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആര് സമാധാനം പറയായിരുന്നു? ആഹാ, ഇപ്പൊ നമ്മൾ ഇടപെട്ടതായോ പ്രശ്നം? ഇവളുമാരി ഒരുങ്ങി കെട്ടി വരുന്നത് തന്നെ ആമ്പിള്ളേരെ കാണിക്കാനാണ്. അതെ ടീച്ചറേ, ഈ ഒരുങ്ങി വന്ന് എന്താ കുഴപ്പം? അല്ല, സാറിന് എങ്ങനെ എന്റെ പേരറിയാം? എനിക്ക് ലേഖ ടീച്ചറിന്റെ പേര് പറയാം, ബിൻ സാറിന്റെ പേര് പറയാം. അതെന്താ സാറേ അങ്ങനെ ഒരു ടോക്ക്? ഞങ്ങൾ രണ്ടുപേരെയും അവന്മാരെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും അറിയണല്ലോ സാറേ. ടീച്ചർ അത് കാണണ്ട, കാണാതിരിക്കുന്നല്ലോ. അതെ, टॉयलेट दिखाएगा. എന്റെ ചിഞ്ചു എങ്ങനെ അറിയാമല്ലോ, ഞാൻ പിന്നെ ജീവൻ അവിടെ കാണില്ല. അവന്റെ ബിൽ സാറേ, ഒന്ന് പോ ടീച്ചറെ, വെറുതെ പിള്ളേരെ കൊണ്ടാലും പറയിപ്പിക്കാം. സാറേ ഇതേ വെള്ളം കുടിച്ചത്. നിങ്ങൾ പിള്ളേരെ കുറിച്ച് ഗോസിപ്പറിക്കുക, പിള്ളേരെ നിങ്ങളെ കുറിച്ച് ഗോസിപ്പറക്കും. നിങ്ങളെ കണ്ടാണ് അവരും പഠിക്കണേ. പിന്നെ മൂത്രപ്പുരയിൽ പേരില്ലാത്ത ഒരേ ഒരാളുള്ളൂ, പിള്ളേരോട് സ്നേഹത്തിൽ പെരുമാറുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവരോട് ഇടപഴകുന്ന മനോജ് സാറിന്റെ പേര്. ഇനി ഇമാതിരി സാധനങ്ങൾ വാങ്ങിച്ചാടി बस मनोज सर ही है. ജീവനി കൊതിയുള്ളതുകൊണ്ട് സാറാണ് നിങ്ങൾ അറിഞ്ഞില്ല സാറേ. നന്നായി. സാറ് നിങ്ങളോട് ക്ഷമിക്കണം. സാരമില്ല, നീയൊക്കെ പഠിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാമെന്നു. ചുമ്മാ മറ്റുള്ളവരുടെ ആയുസും സമാധാനം കളയാനായിട്ട്. സാറേ, ട്രിപ്പ് തീർന്നോ? ബ്ലഡ് കയറിപ്പോണു. എങ്ങോട്ട്? ഈ കെയറിംഗ് ഒന്നും ഞാൻ ഗ്രൗണ്ടിൽ കണ്ടില്ലല്ലോ. അങ്ങനെ നിങ്ങളുടെയൊക്കെ സാറുമാർ നിങ്ങളോട് ക്ഷമിക്കുമായിരിക്കും, പക്ഷെ ഇവിടുത്തെ നിയമത്തിനും കോടതിക്ക് അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? നീയൊക്കെ വലിച്ചും കുടിച്ചും കയറ്റിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം നിങ്ങൾക്കറിയാമോ? എടാ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഹയ്യൊക്കെ ഇല്ലേ? पुलिस वाला अच्छा है, वरना तो उनकी धुलाई कर देता. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം തോന്നും, പിന്നെ ഇത് അഡിക്ഷൻ ആവും. ശരീരവും മനസ്സും മാത്രമല്ല സാമാനം വരെ അടിച്ചു പോകും. പിന്നെ ഇതൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കാൻ പറ്റുള്ളൂ, ഒരു കാര്യത്തിനും ഉപകരിക്കൂല. നീയൊക്കെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് എൻ്റെ മുമ്പിൽ നടക്കും. പിന്നെ എടാ, പറയുന്നതെല്ലാം തലയിൽ കയറണ്ടോ മണ്ടന്മാരെ? മനസ്സിലാവണ്ടോ? അവസാനം കിളിയും പോയി പരസ്പര ബന്ധമില്ലാണ്ട് പിച്ചും പെയും പറഞ്ഞു കിടക്കും. ഏറിപ്പോ പിന്നെ നിലത്തോട്ടിറങ്ങാൻ പറ്റൂല. സ്വന്തം അനുഭവം കൊണ്ട് പറയണടാ, അല്ലാണ്ട് നിന്നെയൊക്കെ നന്നാക്കാൻ എനിക്ക് തരാം വേദന. പിള്ളേര് 4 പേര് പരീക്ഷ എഴുതും ഈ സ്കൂളിൽ തന്നെ. ബസ് ഇടാൻ വേറെ സ്ഥലം നോക്കിക്കോളാം. നാളെ 2 പോലീസുകാരെ ഞാൻ ഇങ്ങോട്ട് വിടും. കേട്ടാ മുജീബ് സാറേ, ഈ സ്കൂളിൽ നിന്ന് ഇനിയൊരു കുട്ടി ഇതുപോലത്തെ കേസിൽ പോലീസിനെ കിട്ടിയ വീട്ടുകാർ മാത്രമല്ല പ്രിൻസി തൊട്ടും മണി അടിക്കുന്ന പ്യൂൺ വരെ DVS മനസ്സിലായോ? स्कूल वाले भी चुप हो गए. क्या सोच रहे हैं? എവിടെന്ന്? അതിനുശേഷം അവളുടെ ഒരു അനക്കവും ഇല്ല, DP ഇല്ല, വിളിച്ചാൽ കിട്ടുന്നതും ഇല്ല. അപ്പൊ ബ്ലോക്ക് ആക്കി. അല്ലേലും ഇവളുമാരല്ല ഇങ്ങനെ. എന്റെ കഷ്ടകാലം. എന്തോ നഷ്ടകാലം? നീ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അവൾക്ക് എന്നെ ഇഷ്ടമെന്ന് അറിയുന്നവരെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ. പിന്നെ എല്ലാം ബ്ലറായിരുന്നു. അടി ഇടി മയക്കുമരുന്ന് പോലീസ് ജയില്. കുട്ടേട്ടൻ എവിടെയാണ് എന്തോ? കുട്ടേട്ടൻ തേങ്ങ മനുഷ്യനെ വഴി എത്തിക്കാനായിട്ട്. നിനക്കൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാടാ? എവിടെന്ന്? ഞാൻ പിന്നെ ഉറങ്ങുന്ന പോലെ അങ്ങ് ആക്ട് ചെയ്യും. ഇല്ലേ വീട്ടുകാർ വിചാരിക്കും ഇനി ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉറങ്ങാൻ പറ്റാതിരിക്കുകയാണ്. ഞാൻ ഈ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. എനിക്കിനി നാട്ടുകാരെ ഫേസ് ചെയ്യാൻ വയ്യ. ഏയ്, ഇത്ര നാളായില്ലേ നാട്ടുകാരതൊക്കെ മറന്നു കാണും. അല്ലേ തന്നെ നമ്മളെ കാര്യം നോക്കിയിരിക്കില്ലല്ലേ നാട്ടുകാരുടെ പണി. അല്ലേലും ഇത് എല്ലാരും അറിഞ്ഞൊന്നും കാണൂല. സ്കൂള്, പോലീസ്, വീട്ടുകാര്, അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊട്ടും വയ്യായിരുന്നു. ഇവിടെയുള്ള കഞ്ചാവ് എന്റെയും അടിച്ചിട്ടിരിക്കും. കയ്യിലുള്ള നമ്മളെ കുറച്ച് കാലത്തേക്ക് ഇനി. എടാ മോനെ, ഇവനെ നിനക്ക് പരിചയം വല്ല ഉണ്ടോ? ഇല്ല, ഇതാരാണോ? കഴിഞ്ഞ ദിവസം ഡ്രഗ്സ് അടിച്ച് പോലീസിനെ കുത്തിയോനാ. ഇനി ഇവന്റെ വല്ല കമ്പനിക്കാരനാണോ അറിയാൻ വേണ്ടി ചോദിച്ചില്ല. सजल का नाम हो गया. दूध पिला रहे इसको.
നിന്റെ മോനെ പിടിക്കാൻ വന്നതായിരിക്കും പോലീസ് परेशान हो गया है शराब बहुत ही चलते थे നിന്റെ ബ്ലഡിലുള്ള ഡ്രഗ്സിന്റെ അംശം മുഴുവൻ ശുദ്ധീകരിക്കും കേട്ടോ गौमूत्र से ओ लोग भी दूर बना रहे हैं വേക്കുണ്ടാവോ ജോയിന്റ് കഞ്ചാവ് ओ यार ഇവൻ കള്ളും കഞ്ചാവ് വലിച്ച് തിരിഞ്ഞു ओ गुस्सा नहीं कर सकता हूँ मैं शरीफ बनना पड़ेगा उसे पुलिस वाले क्या कर रहे सब लोग पुलिस तंग कर रहे हैं यही रो रहा है जिस लड़की से पसंद करता था वो അയ്യേ കണ്ണീന്നൊക്കെ ഒളിക്കണത് മറ്റേ പോലെ വാങ്ങാൻ വാണമേ അണ്ണന്മാരെ എന്റെ സാറിനൊന്ന് തല്ലണം ഭയങ്കര ചൊറയാ പൊട്ടിക്കണോന്ന് പറഞ്ഞാൽ നിങ്ങളെ സാറിനെ പൊട്ടിക്കണം ജസ്റ്റ് ഒന്ന് തല്ലിയത് അതെ ഞാനൊരു കാര്യം പറയട്ടെ നാട്ടുകാർ പറയുന്ന കേട്ടിട്ടിരിക്കാനാണെങ്കിലേ ദേവിടെങ്കിലും ഇരിപ്പേ ഉണ്ടാവുള്ളൂ ഉള്ള സമയത്ത് 4 അക്ഷരം പഠിച്ച് ഒരു ജോലി ഉണ്ടാക്കാൻ നോക്കും ऑफिसर का दिन पढ़ाई नींद आ रही है इसमें എന്തായി മക്കളെ റിസൾട്ടിന്റെ കാര്യമൊക്കെ വന്നിട്ടില്ല ഇപ്പൊ വരും അല്ല ഇത് കഴിഞ്ഞാൽ എന്താ പ്ലാൻ എന്തായാലും ഈ നാട്ടിൽ നിൽക്കുന്നില്ല ഓ പാസ്സായ അപ്പൊ തന്നെ നാട് വിടും അച്ഛാ ഡിഗ്രി പഠിക്കാൻ വേണ്ടി നമ്മൾ UK പോകാൻ നിൽക്കുന്നത് UK അതാകുമ്പോ പാർട്ട് ടൈം വേണ്ടി ജോലിയും ചെയ്യാം കാശും കിട്ടും നല്ല രസമാണ് അപ്പൊ നീ UK പോണത് കാര്യമായിട്ട് പറഞ്ഞാണല്ലേ പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല ഓ ആയിക്കോട്ടെ പിന്നെ റിസൾട്ട് വന്നാൽ പെട്ടെന്ന് അറിയിക്കണം ഞാൻ ഫ്ലെക്സ് കടയിൽ പോയിട്ട് വരാം പിന്നെ ഓ ഫോട്ടോയുടെ കാര്യമായിട്ടും പറയണ്ട ഇല്ല സൈസും കുട്ടിക്കാൻ അതൊക്കെ ഞാൻ ചെയ്തോളാം നിങ്ങളൊക്കെ അടിപൊളിയാണെന്ന് നാട്ടുകാരെ അറിയട്ടെ ഡേയ് തോറ്റാന്തി ഞാൻ എന്തായാലും ജയിക്കും അതെ എടാ ഞാൻ തോക്കുന്ന ഡൗട്ട് ഉണ്ടാ അത് പരീക്ഷ മുന്നേ ആര് ജയിച്ചാലും തോറ്റാലും ഞാൻ കയറി പോവും എന്നെ തടയാൻ നിൽക്കരുത് ഞാനും പോവും സൂപ്പർ അടിപൊളി നൈസ് നൈസ് चेक कर रहे हैं और സൈറ്റ് വന്നിട്ടുണ്ട് അജിന്റെ നമ്പർ ഫസ്റ്റ് ഞാനാ നീ തന്നെ 11 തോക്കു 90 വന്നോ 228 കർത്താവേ അജി പാസ്സായി पास हो गया उसे पोस्ट चल गया 11 90 225 അമ്മ ഞാൻ ജയിച്ചു കേട്ടാ उसकी बारी है ओ ये पास हो गया 200 वोट लग रहे हैं अलग अलग छात्र हैं कि एक साथ छात्र हैं എന്നെ നോക്കണോ പറ 11 90 235 ये फेल हो गया अबे എന്ത് തോറ്റ് सबसे बोला था मैं जाऊंगा
3 subjects. 3 subjects